ജയൻ ചേർത്തലയ്ക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. എറണാകുളം CJM കോടതിയിൽ മാനനഷ്ട കേസ് നൽകി. അപവാദ പ്രചരണത്തിൽ മാപ്പു പറഞ്ഞില്ലെന്ന് ആരോപിച്ചാണ് നടപടി. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഹർജി. കൊച്ചിയിൽ നിന്നും ഷീന മാർട്ടിനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷീന, എന്തായാലും ജയൻ ചേർത്തല ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഏത് രീതിയിലാകും നടപടികൾ മുന്നോട്ട് പോകുക? സ്വാതി, ജയൻ ചേർത്തല നൽകിയ പരാതി അല്ലെങ്കിൽ ജയൻ ചേർത്തല നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇത്തരത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ അപമാനിക്കുന്ന രീതിയിൽ ഒരു പരാമർശം നടത്തി എന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേരത്തെ തന്നെ ഇത്തരത്തിൽ ജയൻ ചേർത്തലയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നത്. ആ വക്കീൽ നോട്ടീസ് പറയുന്നതനുസരിച്ച് അമ്മ ഷോ നടത്തിയത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ചേർന്ന് നടത്തിയ എല്ലാ ഷോകളിലും അമ്മ എന്ന സംഘടനയ്ക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒരേപോലെ തന്നെ അതിൽ കിട്ടുന്ന പ്രതിഫലം പങ്കിടാനുള്ള അവകാശമുണ്ടായിരുന്നു. ആ കരാറിലായിരുന്നു ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഇത്തരത്തിൽ പരിപാടികളെല്ലാം തന്നെ നടത്തിയിരുന്നത്. പക്ഷേ എന്നാൽ പിന്നീട് ഈ പരിപാടികളിലൂടെ 1 കോടി രൂപയോളം അമ്മയുടെ പക്കൽ നിന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വാങ്ങി എന്നുള്ള തരത്തിലുള്ള പരാമർശമായിരുന്നു ജയൻ ചേർത്തല നടത്തിയത്. ഈ പരാമർശത്തിനെതിരെ ആദ്യം തന്നെ ജയൻ ചേർത്തലയ്ക്കെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ആ വക്കീൽ നോട്ടീസിൽ ഇതുവരെയും മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഒരിക്കൽ കൂടി CJM കോടതിയിൽ അപമാന കേസ് ഫയൽ ചെയ്തതായി അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ 1 കോടി രൂപയോളമാണ് ജയൻ ചേർത്തലയുടെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ മാനനഷ്ട കേസിന് പ്രതിഫലമായി ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു കേസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അറിയേണ്ടത് ജയൻ ചേർത്തലയുടെ മറുപടിയാണ്. ഈ പറഞ്ഞ പരാമർശം പിൻവലിക്കുമോ അതോ ഈ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നോ എന്നുള്ള മറുപടി കൂടിയാണ് ഇനി ഈ കാര്യത്തിൽ വ്യക്തമാകാനുള്ളത്. സ്വാതി. ശരി ഷീന, ജയൻ ചേർത്തലയ്ക്കെതിരെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. എറണാകുളം CJM കോടതിയിൽ മാനനഷ്ട കേസ് നൽകിയിട്ടുണ്ട് എന്നാണ് ഷീന റിപ്പോർട്ട് ചെയ്തത്.